Marxism and Literature by Edmund Wilson. Paragraph number 2. Marx and Engels, unlike some of their followers, never attempted to furnish social economic formulas by which the validity of works of art might be tested. സോ ഇവിടെ തന്നെയാണ് ഇവർ ഡിഫർ ചെയ്യുന്നത് ഫ്രം ദ അതർ ഫോളോവേഴ്സ്. ഇവരാണ് ബിഗിനിങ്ങിൽ വരുന്ന ആൾക്കാർ, പക്ഷെ അവരൊരിക്കലും ഒരു വാലിഡിറ്റി ഓഫ് ദി വർക്ക്സ് ഓഫ് ആർട്ട് to be tested with the social economic formulas. Of course, they were formulating different theories to make the economic crisis or the inequality of in the distribution of wealth. They were forming scientific formulas and all. But അത് വെച്ചുകൊണ്ട് വർക്ക് ഓഫ് ആർട്ടിനെ വിലയിരുത്തണമെന്നോ അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിങ്ങിന് ഇവരുടെ സോഷ്യൽ ഫോർമുലാസുമായിട്ട് അതിന് ബന്ധം വേണമെന്നോ ഒന്നും ഇവർ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. സോ മാർക്സ് ആൻഡ് എംഗൽസ് ബോത്ത് ഗ്രോൺ അപ്പ് ഇൻ ദ സൺസെറ്റ് ഓഫ് ഗദെ. ഗദെ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്ററിനെ എടുത്ത് പറയുന്നത് ഏറ്റവും ആ ഒരു ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ജീവിച്ച ആൾക്കാരാണ്. സോ ദാറ്റ് ലിറ്റററി ഇൻഫ്ലുവൻസ് ഹാഡ് ബീൻ ദർ ഇൻ ദിയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദിയർ അപ്രോച്ച് ടുവാർഡ്സ് ആർട്ട് ബിഫോർ ദി ഗ്രേറ്റ് ഏജ് ഓഫ് ജർമ്മൻ ലിറ്ററേച്ചർ വാസ് ഓവർ. അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ജർമ്മൻ ലിറ്ററേച്ചർ അത്രയും പീക്കിൽ നിൽക്കുന്ന ആ ടൈമിലൊക്കെ തന്നെയാണ് ഇവർ ജീവിച്ചത്. ഈ രണ്ടുപേരുടെയും ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് അതാണ്. സോ അത് അവർ ഒബ്വിയസ്ലി ദാറ്റ് മൈറ്റ് ഹാവ് ഇൻഫ്ലുവൻസ് ദം. സോ അത് മാത്രമല്ല, അറ്റ് ദ യങ് ഏജ് ബോത്ത് ഇൻ ദെയർ യൂത്ത് ദേ വർ പോയറ്റ്സ്. പറഞ്ഞിട്ടുണ്ട് മാർക്സ് ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അത്രയും ഇമാജിനേറ്റീവ് ലിറ്റററി ഇത് കാലിബർ കൂടിയുള്ള ആൾക്കാരാണ് ഇവർ. പിന്നെ ദേ റെസ്പോണ്ടഡ് ടു ഇമാജിനേറ്റീവ് വർക്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ഇറ്റ്സ് ആർട്ടിസ്റ്റിക് മെറിറ്റ്സ്. അതാണ് unlike their other followers who looked only for the social themes or the revolutionary themes or art as weapons. Here they tried to approach or evaluate imaginative work or to respond to imaginative works first of all on its artistic merits themselves, and could ridicule trash writers, could be bitter about political poets like Ferdinand ഫ്രെലിഗ്രാത്ത്. ഇപ്പം ജർമ്മൻ പോയറ്റ്സ് അതിൽ തന്നെ ഇപ്പം പറയാം ഇവരിപ്പോൾ ഓൾറെഡി സോഷ്യൽ തിങ്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ തീമും കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വർക്ക്സ് അപ്രീഷിയേറ്റഡ് ആവുന്നൊന്നുമില്ല. ദേ വർ ബിറ്റർ അബൌട്ട് സം ബാഡ് പോയറ്റ്സ് ലൈക്ക് if the poetry, if the writing composition didn't contain much of poetic quality, they didn't find it difficult to criticize them or to throw bitter criticism upon that. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആർട്ടായിട്ടിരിക്കണം, അതിൻ്റെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണം. നോട്ട് ജസ്റ്റ് അബൌട്ട് യു ആർ എക്സോർട്ടിങ്, യു ആർ ഹാവിങ് എ ലോട്ട് ഓഫ് റെബല്യൺ ആൻഡ് റെവല്യൂഷൻ ഇൻ ദാറ്റ്. ഇത് മാത്രം പോരാ എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ രണ്ട് പേർക്കും മാർക്സിനും എംഗൽസിനും ഉണ്ടായിരുന്നു. മാർക്സ് യൂസ്ഡ് ടു ടെൽ ദാറ്റ് പോയറ്റ്സ് വർ ഒറിജിനൽസ് who must be allowed to go their own way. Poets are originals. They should not be dictated about their themes. You should write with this or to stick on to such and such themes. ഇങ്ങനെയൊന്നും സബ്ജക്റ്റ് ഇന്നത് എടുത്തോ എന്ന് പറഞ്ഞിട്ടല്ല. അവർ ഒറിജിനൽസാണ്. They have to get their own what you call freedom of choosing object as well as the method of writing or the style of writing. Every part they should be having freedom of their own. One shouldn't apply to them the same standards as to the ordinary people. എല്ലാവരെയും, അതായത് ഇപ്പം ഇറ്റ്സ് എ ടൈം ഓഫ് റെവല്യൂഷൻ, സോ യു ക്യാൻ മൂവ് ദി മാസസ് ഇൻ വിത്ത് ദി യുവർ റെവല്യൂഷണറി ഐഡിയാസ്. യു ക്യാൻ insist upon them to follow, but here it is about poets, originals. They should not be tried to. അങ്ങനെ അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കരുത്. ഓർഡിനറി പീപ്പിൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവരോട് നമ്മൾ ഡിക്റ്റേറ്റിംഗ് എന്നല്ല, അവർക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അവരുടെ തിങ്കിങ്ങിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ബട്ട് ഈവൻ ആസ് മാർക്സിയൻ ഐഡിയാസ് ഷുഡ് നോട്ട് ബി ഇൻസ്റ്റിൽഡ് ഇൻ പോയറ്റ്സ്. ദേ ആർ ഒറിജിനൽസ്. ലെറ്റ് ദം റൈറ്റ് ഓൺ റെവല്യൂഷൻ ഇഫ് ദേ പ്രിഫർ. It was not characteristic of Marx and Engels to judge literature, that is, literature of power and distinction, in terms of its purely political terms. അത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കേ ആയിരുന്നില്ല. ഈ ഒരു കാരണത്തെ തന്നെ ലിറ്ററേച്ചറിന് അതിൻ്റെ ഒരു
പ്യുവർ പൊളിറ്റിക്കൽ ടെൻഡൻസി വെച്ചുകൊണ്ട് ഡീൽ ചെയ്യാനും ജഡ്ജ് ചെയ്യാനും. സോ ദാറ്റ് ഈസ് ലിറ്ററേച്ചർ ഓഫ് പവർ ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പ്യുവർലി പൊളിറ്റിക്കൽ ടെൻഡൻസീസ്. അതുമാത്രം കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെ അങ്ങനെയുള്ള തീംസ്, റവല്യൂഷണറി പ്യുവർ പൊളിറ്റിക്കൽ തീംസ് ഇല്ലാത്തത് കൊണ്ട് ഒരു വർക്കിനെ തള്ളിക്കളയാനോ മാർക്സോ എംഗൽസോ തയ്യാറായിരുന്നില്ല. ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. മറ്റൊരു തരത്തിൽ പവറും വ്യത്യസ്തതയുള്ള ഒരു ലിറ്റററി വർക്കിനെ വെറും പൊളിറ്റിക്കൽ ടെൻഡൻസി വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നതിനോടാണ് ഇവർ യോജിക്കാത്തത് എന്ന് മനസ്സിലാക്കുക. സോ വെറും പൊളിറ്റിക്കൽ കണ്ടൻറ്റ് മാത്രം വെച്ചിട്ട് സോഷ്യൽ നോവലിസ്റ്റ് എഴുത്തുകളെ ഏഞ്ചൽസ് എപ്പോഴും വാൺ ചെയ്യാറുണ്ട്. അതായത് വെറും പൊളിറ്റിക്കൽ കണ്ടൻറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ നോവലിസ്റ്റ് എഴുത്തുകൾ അതിലൊരു ഒറിജിനാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് യു ഹാവിങ് എ കൈൻഡ് ഓഫ് ഫാക്ച്വൽ നറേഷൻ ആൻഡ് യു ടെൽ ദാറ്റ് ദിസ് ഇസ് ഫിക്ഷൻ, ദിസ് ഇസ് നോവൽ. അപ്പം അങ്ങനെ ഉള്ള ടെൻഡൻസീസിനെയും ഇവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അവർക്കൊരിക്കലും ഇവരുടെ റവല്യൂഷന് ആർട്ടിനെ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് ഇല്ല എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ പോയറ്റ് ഈസ് നോട്ട് അണ്ടർ ദി ഒബ്ലിഗേഷൻ ടു ഫർണിഷ് ടു റീഡർ വിത്ത് എ ready-made historical solution for the future of conflict which he describes. ഒരു ഒബ്ലിഗേഷൻ്റെ പുറത്ത് പ്രോബ്ലംസ് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയൊന്നും ഒരു പോയറ്റിനുമില്ല. പോയറ്റ് മീൻസ് എൻറ്റയർ ലിറ്റററി സർക്കിൾ. അപ്പോൾ ഇവിടെ അതാണ് എല്ലാവർക്കും ഏത് ക്രിയേറ്റീവ് റൈറ്ററിനും അതില്ല, ആ ബാധ്യത ഇല്ല എന്ന് ഇവർ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആർട്ട് ആസ് എ വെപ്പൺ ഓൺലി, അത് അങ്ങനെ യൂസ് ചെയ്യുന്ന പോയറ്റ്സിനെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്സിസ്റ്റ് തിങ്കേഴ്സിൽ നിന്ന് ദേ ബിക്കം ഡിഫറെൻറ്റ്, ദേ സ്റ്റേ ഡിഫറെൻറ്റ്. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ അവരുടെ കൃതികളിൽ ഡിസ്ക്രൈബ്ഡ് ആവുന്നുണ്ടെങ്കിൽ പോലും അത് അവരുടെ ഒബ്ലിഗേഷനൊന്നുമല്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ ചോയ്സ്. ഇഫ് ദ റൈറ്റേഴ്സ് ചൂസ് let them write, but there is no compulsion. You cannot compel them to write in such and such manner because they are originals. They are not their intellectual capacity is not supposed to be chained or to be under some obligation. So they should have the freedom to choose their subjects. Then പിന്നെ പറയുന്നത് ഫെർഡിനാൻഡ് ലാസൽ, FERDINAND ഫൗണ്ടർ ഓഫ് ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഹീസ്. അത് പറയുന്നത് സെൻറ്റ് മാർക്സ് ആൻഡ് ഏംഗൽസ് പോയറ്റിക് ട്രാജഡി. ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുവാണ്, ഇവർക്ക് ഫ്രാൻസ് വോൺ സിക്കിൻഗൻ എന്നുള്ള SICKINGEN FRANZVON SICKINGEN വർക്കാണ് ക്രിട്ടിസൈസ് അവരുടെ ആ പോയറ്റിക് ട്രാജഡി ഈ രണ്ടു പേർക്കും അയച്ചുകൊണ്ട് അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. മാർക്സ് പറയുന്നത് സെറ്റിംഗ് aside any purely critical attitude towards the work, it had on a first reading affected him powerfully. ഒരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടും അനലൈസ് ചെയ്യുമ്പോൾ പോലും മാർക്സിന് അതിലുള്ള ഒരു ബ്യൂട്ടി, പോയറ്റിക് ഒരു പവർ അത് ആ വർക്കിൻ്റെതായ രീതിയിൽ അതിനെ ആ പവർ എൻജോയ് ചെയ്യാൻ മാർക്സിന് പറ്റിയിട്ടുണ്ട്. പിന്നെ upon persons of a more emotional nature it would doubtless produce an even stronger effect. അതുമാത്രമല്ല കൂടുതൽ ഇമോഷണൽ നേച്ചർ പവറുള്ളൊരു മാർക്സ് പറഞ്ഞതെന്നാണ്. അതാണ് ആ വർക്ക് എന്ന നിലയിൽ മറ്റൊരു സ്പെസിഫിക് ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡിലെയും കടന്നു പോകാതെ തന്നെ അതിന് പിന്നെ ഒരു അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഇമോഷണൽ നേച്ചേർഡായിട്ടുള്ള റീഡേഴ്സിന് ഈ വർക്ക് കൂടുതൽ സ്ട്രോങ് ഇഫക്റ്റ് തോന്നിപ്പിക്കാൻ സാധിക്കും. ഇത്രയും ബെസ്റ്റ് റീഡിംഗ് ആണ്, ബെസ്റ്റ് അനാലിസിസ് ആണ് മാർക്സ് ആ ഒരു വർക്കിൽ കൊടുത്തത്. ഇനി ഏഞ്ചൽസ് എന്താണ് പറഞ്ഞത് നോക്കാം. ഹി ഹാഡ് റെഡ് ഇറ്റ് ട്വൈസ് പറഞ്ഞാൽ, അപ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങൾ ആ രീതിയിലാണ്. ഐ റെഡ് ഇറ്റ് ട്വൈസ് എന്നാണ് പറയുന്നത്. ഐ റെഡ് ഇറ്റ് ട്വൈസ്. And Engels had been moved by it so profoundly. ഒരേ വർക്കാണ് രണ്ടുപേർക്കും അനലൈസ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഏംഗൽസ് ഹാഡ് ബീൻ ഒബ്ലൈജ്ഡ് ടു ലേ ഇറ്റ് aside in order to arrive at any critical perspective. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഈ രീതിയിൽ ഓൺലി ആഫ്റ്റർ സം പ്യുവർലി ലിറ്റററി ഒബ്സർവേഷൻസ് ദേ വെർ ഏബിൾ ടു പ്രൊസീഡ് ടു ഡിസ്കസ് ഫ്രം ദെയർ സ്പെഷ്യൽ ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ആദ്യം ഒരു വർക്കിനെ പ്യുവർ ലിറ്ററേച്ചറായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും മാർക്സും ഏംഗൽസും
താല്പര്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയും അവരതിനെ വർക്ക് ഓഫ് ആർട്ടിന് ഇത്രയും മാന്യമായിട്ടുള്ള അപ്രോച്ചാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത്. ദേ ഷോ ഹൗ ലെസ്സൻലെസ് ഓൺ പൊളിറ്റിക്കൽ പൊസിഷൻ ഹാഡ് ലെഡ് ഹിം ടു മിസ്റ്റേക്ക് ദ റോൾ ഓഫ് ഹിസ് ഹീറോ. അപ്പോൾ അതാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ മേ ബി ഹാവിങ് എ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ലീനേജ്. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ആ ഹീറോ ചെയ്യുന്ന കാര്യങ്ങൾ, ആ കഥ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. എൻ്റെ അഗെയിൻ ഐ എം നോട്ട് അവെയർ ഓഫ് ദ സ്റ്റോറി. സ്റ്റിൽ പറയുന്നത് ആ ഹീറോൻ്റെ റോളിനെ പോലും ഒരു തരത്തിൽ, ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിൽ ബിലോങ് ചെയ്യുന്നതാണ്, നമ്മൾ എഴുതുന്ന ഏത് ക്യാരക്ടറിനും ആ പൊളിറ്റിക്കൽ ഐഡിയക്ക് വേണ്ടി സംസാരിക്കും. ദർ ഇസ് എ ടെൻഡൻസി ഓൺ ദ പാർട്ട് ഓഫ് ദി ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ അതിനെതിരെ പറയുന്നവരെ നമ്മൾ ഒരു വ്യക്തി അതിനെ പോർട്രേ ചെയ്യുമ്പോൾ അവരെ വളരെ നെഗറ്റീവായിട്ടാണ് ചെയ്യുക. ഇവിടെ ഹീറോ ഒരു തരം എന്തോ ഒരു കോൺട്രാക്റ്റ് എടുത്ത മാതിരി, അതായത് ആസ് എ സ്പോക്സ് പേഴ്സൺ മേ ബി അതായിരിക്കണം. ആ ഹീറോൻ്റെ റോള് ഡിസ്റ്റോർട്ടഡ് ആണ്. വൈ ആർ യു വറീഡ് അബൌട്ട് മേക്കിംഗ് യുവർ ഹീറോ ഹൈലി ഒബ്ലൈജ്ഡ് ടു യുവർ ഐഡിയാസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത്രയും യു ഗിവ് ദ ഇൻഡിപെൻഡൻസ് ഈവൻ ടു യുവർ ക്യാരക്ടേഴ്സ്. ദിസ് ഇസ് ദ സ്റ്റാൻഡ്സ് ഓഫ് മാർക്സ് ആൻഡ് എംഗൽസ്. പിന്നെ എസ്കൈലസ് മാർക്സ് ലവ്ഡ് ഫോർ ദ ഗ്രാൻഡ്യൂർ ആൻഡ് ഫോർ ദി ഡിഫൈൻസ് ഓഫ് സ്യൂസ് ബൈ പ്രൊമീഥിയസ്. അപ്പം എസ്കൈലസ് എന്ന് പറഞ്ഞ ഹീറോനെ മാർക്സും എംഗൽസും മാർക്സ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഗ്രാൻഡ്യൂറാണ്. അപ്പോൾ അത്രയും ഗദെ ബോത്ത് മാർക്സ് ആൻഡ് എംഗൽസ് ഇമ്മൻസ്ലി അഡ്മയർഡ് ഗദെ ആൻഡ് റോട്ട് ഗദെ കൊളോസൽ ആൻഡ് യൂണിവേഴ്സ്. ഹി വാസ് എ കൊളോസൽ ആൻഡ് യൂണിവേഴ്സൽ ജീനിയസ് എന്നാണ് ഗദേനെ പറ്റിയിട്ട് എംഗൽസ് പറഞ്ഞത്. ഷേക്സ്പിയറിനെ പറ്റിയാണെങ്കിൽ മാർക്സ് ന്യൂ ബൈ ഹാർട്ട് ആൻഡ് വാസ് എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് കോട്ടിങ്. ഷേക്സ്പിയറിൻ്റെ പല കൃതികളെയും ബൈ ഹാർട്ടായിട്ട് മാർക്സിന് അറിയാമായിരുന്നു എന്നും അതുപോലെ തന്നെ ഒരുപാട് കോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ബട്ട് മാർക്സ് നെവർ കോട്ടഡ് ദി ലോങ് ലേൺഡ് ആൻഡ് റിഡിക്കുലസ് എസ്സേ വിച്ച് ഹാവ് അപ്പിയർഡ് ഇൻ ദി സോവിയറ്റ് മാഗസിൻ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ. എന്നാൽ ഈ പറയുന്ന ഷേക്സ്പിയറിൻ്റെ സോഷ്യൽ മോറൽസ് എല്ലാം കോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പിന്നെ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ സോവിയറ്റ് മാഗസിൻ്റെ തന്നെ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചറിൽ വരുന്ന എസ്സേസിൽ ഫാക്ച്വലായിട്ടുള്ള കുറേ ലോങ് എസ്സേസ്, റിഡിക്കുലസ് എസ്സേസ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു തരത്തിലും കോട്ട് ചെയ്യാനോ അതിനെ മെൻഷൻ ചെയ്യാനോ മാർക്സ് തയ്യാറായിരുന്നില്ല. അപ്പം സ്വന്തം ഐഡിയോളജി വരുന്ന, അല്ലെങ്കിൽ സ്വന്തം ഐഡിയോളജി എന്ന് പറയാൻ പറ്റില്ല, സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വർക്ക്സ് ആണെങ്കിൽ പോലും അതിന് ലിറ്റററി ക്വാളിറ്റി ഇല്ലെങ്കിൽ മാർക്സ് അതിനെ ആ രീതിയിൽ മാത്രമേ അപ്രീഷിയേറ്റ്. സോ അതൊരു ലീഡറിന് പറ്റിയ നല്ലൊരു ക്വാളിറ്റിയാണ്. ബിക്കോസ് ദേ ഡിഡ്ന്റ് വാണ്ട് അതർ വെപ്പൺസ്. ആർട്ടിനെ എന്തിനാണ് വെപ്പൺ ആക്കി മാറ്റുന്നതെന്നാണ് സ്റ്റാൻഡ്. മാർക്സ് വർക്കിംഗ് ഔട്ട് എ സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ദി റിലേഷൻ ഓഫ് ആർട്ട് ടു സോഷ്യൽ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ അതാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഐഡിയ കൊടുത്തിട്ടുണ്ട്. സർട്ടൻ പീരിയഡ്സ് ഓഫ് ഹയസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് സ്റ്റാൻഡ് ഇൻ നോ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദി ജനറൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി and nor with the material basis and the skeleton structure of its organization. ആർട്ടിൻ്റെ ചില ഉന്നതിയുടെ കാലങ്ങൾ അതിൻ്റെ വളർച്ചയും അവിടുത്തെ ജനറൽ ഡെവലപ്മെൻറ്റുമായോ മെറ്റീരിയൽ ബേസിസുമായിട്ടോ നേരിട്ട് ഒരു കണക്ഷനും ഉണ്ടാവണമെന്നില്ല എന്നാണ് മാർക്സ് പറയുന്നത്. അതായത് ആർട്ടിനെ അതിൻ്റെതായ രീതിയിൽ വിടുക. അപ്പോൾ സർട്ടൻ പീരിയഡ്സ് ഓഫ് ഹയസ്റ്റ് ഡെവലപ്മെൻറ്റ് അതിനൊരിക്കലും നിങ്ങളീ പറയുന്ന സൊസൈറ്റിയുടെ ജനറൽ ഡെവലപ്മെൻറ്റുമായിട്ട് എപ്പോഴും പാരലായിട്ടോ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് മാർക്സിന്. സോ ദാറ്റ്സ് ഓൾ വിത്ത് the paragraph 2 of the essay Marxism and Literature by Edmund Wilson.